കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ ഫസ്റ്റ് നീറ്റിന് എനിക്ക് 620+ മാർക്ക് ഉണ്ട്, ഈ റീനീറ്റിൽ അത്രയും മാർക്ക് കിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട് സാറേ, പലരും ക്വസ്റ്റ്യൻ പേപ്പർ ടഫാകും, അത്ര മാർക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താ എന്നോട് ചോദിച്ചു. മക്കളെ, നിങ്ങൾക്ക് ആദ്യത്തെ നീറ്റിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ റീനീറ്റിൽ നല്ല മാർക്ക് തന്നെ വരും മക്കളെ. നിങ്ങൾ ആരുടെ ടെൻഷൻ അടിക്കേണ്ട. ആദ്യത്തെ നീറ്റിൽ നല്ല മാർക്ക് വാങ്ങിച്ച ഒരാൾക്ക് റീനീറ്റിലും നല്ല മാർക്ക് വരും. രണ്ടാമത്തത്, ആദ്യത്തെ നീറ്റിൽ മാർക്ക് കുറഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഈ റീനീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവം തന്ന രണ്ടാമത്തെ ചാൻസാ. ആദ്യത്തെ നീറ്റിൽ മാർക്ക് കുറഞ്ഞാലും ഈ ഒരു മാസത്തെ ഗ്യാപ്പിൽ നല്ല പോലെ പഠിച്ചവർക്ക് എന്തായാലും നല്ല മാർക്ക് റീനീറ്റിലും കിട്ടും മക്കളെ. അപ്പം രണ്ട് കാറ്റഗറിക്കാർ, ആദ്യത്തെ നീറ്റിൽ നല്ല മാർക്ക് ഉള്ളവർ റീനീറ്റിൽ നല്ല മാർക്ക് നേടും, ആദ്യത്തെ നീറ്റിൽ മാർക്ക് കുറഞ്ഞിട്ട് ഈ ഗ്യാപ്പിൽ നല്ല പോലെ പഠിച്ച ആൾക്കാർക്കും റീനീറ്റിൽ നല്ല മാർക്ക് വരും മക്കളെ. ഇതെനിക്കൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞ് തുടങ്ങാമെന്ന് കരുതി മക്കളെ ഈ വീഡിയോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 ഡേയ്സ് ഉണ്ട് നമുക്കിനി, ഏകദേശം 10+ ഡേയ്സ് ഉണ്ട് നമുക്ക്. ഈ 10 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ, ഈ 10 ഡേയ്സ് നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കണമെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ടൈപ്പ് കുട്ടികളുണ്ട്. ഒരു ടൈപ്പ് കുട്ടികളാണെങ്കിൽ ഫുൾ ടൈം വായിക്കുക. രാവിലെ 6 മണിക്ക് എണീറ്റ് നിൽക്കട്ടെ, രാവിലെ തൊട്ട് കിടക്കുന്ന വരെ ചുമ്മാ നോട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. NCERT ലൈൻ ബൈ ലൈൻ വായിക്കുന്നു, ഫിസിക്സ് ഇങ്ങനെ ഓരോ ചാപ്റ്റർ എടുത്ത് ഇക്വേഷൻ വായിക്കുന്നു, കെമിസ്ട്രി ഓരോ ചാപ്റ്റർ എടുത്ത് ഇക്വേഷൻ വായിക്കുന്നു, ഓർഗാനിക് കെമിസ്ട്രി ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി വെക്കുന്നു, കൺവേർഷൻ ഒക്കെ നോക്കി വെക്കുന്നു. എന്തുമാത്രം ചെയ്യുന്ന ആൾക്കാർ, റിവിഷൻ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫുൾ ടൈം റിവിഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിവിഷന്റെ ഒപ്പം ഒരു ദിവസം മോക്ക് എക്സാം കൂടെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ രണ്ട് ടൈപ്പ് ആൾക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഫുൾ ടൈം റിവൈസ് ചെയ്യുന്ന ആൾക്കാർ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടക്കുന്നവരെ ഫുൾ ടൈം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയുകയാണ് മക്കളെ. നിർത്തിക്കോ. സോ ഫുൾ ടൈം വായന നിർത്തിക്കോ മക്കളെ. എന്തെടുക്കാൻ തുടങ്ങുക? മോക്ക് എക്സാം എടുക്കാൻ തുടങ്ങുക. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഇരിക്കട്ടെ, വൈകുന്നേരം 12 മണിക്ക് കിടക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഇരിക്കട്ടെ, ഈ ഗ്യാപ്പിന്റെ ഇടയിൽ ഫുള്ള് റിവിഷൻ ആണെങ്കിൽ നിർത്തിക്കോ മക്കളെ. കുറച്ച് റിവൈസ് ചെയ്യുക, കുറച്ച് എന്തിനു വേണ്ടി മാറ്റി വെക്കുക? മോക്ക് എക്സാം എഴുതാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനിയുള്ള 10 ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കാറ്റഗറി കുട്ടികളാണെങ്കിലും മോക്ക് എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫുൾ ടൈം റിവൈസ് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ റിവിഷൻ എത്രമാത്രം തലയിൽ നിൽക്കുന്നുണ്ടെന്ന് നോക്കണ്ടേ, ഇക്വേഷനൊക്കെ എത്രമാത്രം തലയിൽ ഉണ്ടെന്ന് നോക്കണ്ടേ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഏത് വഴി ക്വസ്റ്റ്യൻ ചെയ്യണം? മോക്ക് എക്സാം വഴി. എങ്ങനെ? വൈകുന്നേരം 2 മണി മുതൽ 5 മണി വരെ എക്സാം ഹോളിൽ കയറിയാൽ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു റൂമിൽ കയറി സൈലൻസ് ആയിട്ട് ഇരുന്ന് അവിടെ ഇരുന്ന് എക്സാം എഴുതുക. വേറെ ഒരു പരിപാടിക്കാൻ പോകല്ലേ, 2 തൊട്ട് 5 മണി വരെ ചെയ്യുക. ചിലർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, മോക്ക് എക്സാമിന്റെ പേപ്പർ എടുക്കും, 3 മണിക്കൂർ കളയണ്ടെന്ന് കരുതി നിങ്ങൾ ഓരോന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കും മക്കളെ. അങ്ങനെ ചെയ്യരുത്. 2 മണി മുതൽ 5 മണി വരെ എക്സാം ഹോളിൽ എങ്ങനെയാണോ ഇരിക്കുക, ഒരു വട്ടം നിങ്ങൾ എന്തായാലും ഇരുന്നാണല്ലോ, ആ പ്രഷറൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതേ പ്രഷറിൽ ചുറ്റും ആൾക്കാരുണ്ട്, ഒരു എക്സാം ഉണ്ട്, കുറെ ആൾക്കാർ എഴുതുന്നുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാരുണ്ടെന്ന് ചിന്തിച്ച് തന്നെ നിങ്ങൾ തന്നെ എക്സാം എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പൊ റിവിഷൻ നിർത്തിക്കോ. റിവിഷന്റെ ഒപ്പം മോക്ക് എക്സാം കൂടെ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. 10 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മോക്ക് എക്സാം കിട്ടും മക്കളെ. അറ്റൻഡ് ചെയ്യുക. മോക്ക് എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ആൾക്കാരാണ് റിവിഷന്റെ ഒപ്പം മോക്ക് എക്സാം കൂടെ ഒരു ദിവസം ചെയ്യുന്ന ആൾക്കാർ. ഇതിനെ ഞാൻ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട് മക്കളെ. രാവിലെ മോർണിംഗില് റിവൈസ് ചെയ്യുന്ന ആൾക്കാർ, ഈവനിങ്ങിൽ 2 മണി മുതൽ 5 മണി വരെ മോക്ക് എക്സാം എടുക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ആൾക്കാരുണ്ട്, മോർണിംഗിലും അവർ മോക്ക് എക്സാം എടുക്കും, ഈവനിങ്ങിലും അവർ മോക്ക് എക്സാം എടുക്കും. രണ്ടും ബെറ്റർ ആണ്, ഒരു പ്രശ്നമില്ല കേട്ടോ. രാവിലെ റിവൈസ് ചെയ്യുന്നു, വൈകുന്നേരം മോക്ക് എക്സാം എടുക്കുന്നു. രാവിലെ മോക്ക് എക്സാം, വൈകുന്നേരം മോക്ക് എക്സാം. ഇതിൽ ഏത് ടൈപ്പ് ആൾക്കാരാണ് നിങ്ങളെങ്കിലും ഇത് ഇതേപോലെ ഇനി 10 ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ആദ്യം ഒന്ന് പഠിക്കുന്നു, മോക്ക് എക്സാം എഴുതുന്നു. 2 നേരം മോക്ക് എക്സാം എഴുതാൻ പറ്റിയാൽ ഒന്നുകൂടെ നല്ലത് ഞാൻ പറയുന്നുള്ളൂ. ഇത് ഒന്നുകൂടെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല സാർ, എന്നാലും NCERT എല്ലാം മോക്ക് എക്സാം മാത്രമായാലും അങ്ങോട്ടൊന്ന് ചില പോയിന്റുകൾ തലയിൽ വരില്ല സാറേ, അപ്പൊ ആദ്യം ഞാൻ NCERT എല്ലാം ഒന്ന് പഠിക്കട്ടെ, ഇക്വേഷനൊക്കെ ഒന്ന് ഓർക്കട്ടെ, ഒന്ന് ഓർത്തിട്ട് എനിക്ക് എക്സാം എഴുതിയാൽ മതി എന്നുള്ളത് ഈ രീതിയിൽ പോവാ. എന്നാൽ എല്ലാ ഭാഗവും കവർ ചെയ്തു, NCERT ബയോളജിയിലെ എല്ലാ പോയിന്റും കണ്ടു, ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിലെ ഇനോർഗാനിക്കും ഓർഗാനിക്കിലും ഫിസിക്കിലെയും എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളവർ 2 നേരം മോക്ക് എക്സാം എടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. എന്നാൽ മോക്ക് എക്സാം മാത്രമായാൽ പോരാ, മോക്ക് എക്സാം എടുക്കുമ്പം വേറെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങൾ ഞാൻ കവർ ചെയ്യാതെ പോകും എന്ന് ടെൻഷനുള്ള ആൾക്കാർ രാവിലെ റിവൈസ് ചെയ്യുക, വൈകുന്നേരം മോക്ക് എക്സാം എടുക്കുക. ഓക്കെ, ഫുൾ ടൈം മോക്ക് എക്സാം, ഫുൾ ടൈം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കല്ലോ കേട്ടോ.
രാവിലെ റിവിഷൻ പിന്നെ മോക്ക് ബെറ്റർ ആണ്, 2 നേരം മോക്കായാൽ ഒന്നുകൂടെ ബെറ്റർ ആണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞൊരു കോൺഫിഡൻസ് വന്നവർ മാത്രം ഇത് ചെയ്യുക. എന്നാൽ ഇനിയും പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻറ്റും എല്ലാം പഠിച്ചിട്ട് മോക്ക് എന്നുള്ളവർ ഈ ഓപ്ഷൻ ചെയ്യുക, ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഈ ഓപ്ഷൻ ആരും ചൂസ് ചെയ്യില്ല. ഫുൾ ടൈം റിവിഷൻ മോക്ക് എക്സാം എന്തായാലും എടുക്കണം. ഓക്കെ, ഇങ്ങനെ പോയാൽ ഇനിയുള്ള 10 ദിവസം നിങ്ങൾക്ക് എത്ര കിട്ടും? ഒരു ദിവസം ഒരു മോക്ക് വെച്ച് 10 മോക്ക് എക്സാം കിട്ടും. അടുത്തെന്താ, ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 2 മോക്ക് കിട്ടും. അപ്പൊ എത്ര? 20 മോക്ക് എക്സാം കിട്ടും മക്കളെ. മോക്ക് എക്സാം എങ്ങനെ എടുക്കണം? രാവിലെ ആണെങ്കിൽ ബെറ്റർ ടൈം ഞാൻ പറയാ, 6 മണി മുതൽ എണ്ണിക്കുന്ന ഉടനെ 6 മണി മുതൽ 9 മണി വരെ, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഈവനിങ് ആണെങ്കിൽ ബെറ്റർ ടൈം 2 മുതൽ 5 മണി. ബെറ്റർ ടൈം എന്നല്ല, ഇത് തന്നെ. ഈവനിങ്ങിൽ ഇത് എന്തായാലും എടുക്കണം. മോർണിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 മണിക്കൂർ എടുത്തോ. ഈവനിങ്ങിൽ 2 മണി മുതൽ 5 മണി വരെ എന്തായാലും എടുക്കണം മക്കളെ. മോക്ക് എക്സാം എഴുതി കഴിഞ്ഞ് എങ്ങനെയാണോ എക്സാം ഹോളിൽ ഇരിക്കുന്നത് അതേപോലെ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ഒരിക്കലും സ്കോർ ആഡ് ചെയ്തോ, സ്കോർ കൂട്ടി നോക്കിക്കോ, പക്ഷെ അത് ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ. ഒരു മോക്ക് എക്സാമിന്റെ സ്കോർ വെച്ച് നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ സ്കോർ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ സ്കോർ ആഡ് ചെയ്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല, അല്ലെ വേറെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. സ്കോർ ആഡ് ചെയ്യുക, കുറവാണെ കുറയട്ടെ, എന്താണോ കിട്ടാത്ത ഉത്തരങ്ങൾ അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? അനലൈസിസ്. എന്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അനലൈസിസ് നടത്തുക. ഓക്കെ, അപ്പം മോക്ക് എക്സാം എടുക്കുന്നു, സ്കോർ ആഡ് ചെയ്യണ്ട, നേരെ സ്കോർ ആഡ് ചെയ്ത് നോക്കിയാലും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ അതെന്താ മിസ്റ്റേക്ക്, കിട്ടാത്ത ചോദ്യങ്ങൾ എന്താ, തലയിൽ വരാത്ത ഇക്വേഷൻ എന്താ, വീക്ക് ടോപ്പിക് എന്താ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് എക്സാമിന്റെ ചെയ്ത് തീരാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. അന്നത്തെ ദിവസം 2 മോക്ക് എക്സാം ആണെങ്കിൽ 2ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഒരു മോക്ക് എക്സാം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് 180 ക്വസ്റ്റ്യനും തറമാക്കിയിട്ട് വേണം അന്നത്തെ ദിവസം ഉറങ്ങാൻ. എപ്പോഴാണോ 6 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം എണീറ്റാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ. ഇനി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്താ? പുതിയ ബുക്ക് എടുത്തുകൊണ്ടിരിക്കല്ലേ, പുതിയ മെറ്റീരിയൽ എടുക്കരുത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാണും, നിങ്ങൾ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്ത് കാണും. ആ മെറ്റീരിയൽ എല്ലാ ക്വസ്റ്റ്യനും പക്കയായിരിക്കും എന്ന് തോന്നൽ വരും. എന്നിട്ട് അടുത്ത മെറ്റീരിയൽ എടുക്കാൻ നിൽക്കണ്ട. ഈ ഒരു മെറ്റീരിയൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണും, ഇത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിച്ചാൽ മതി. 10 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 1, 2, 3 മെറ്റീരിയലൊക്കെ ചെയ്തോ, പ്രശ്നമില്ല. ഇനിയുള്ള 10 ദിവസം എന്താ, നിങ്ങൾ ആദ്യം ചെയ്ത അതേ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റിയാൽ മതി. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് മക്കളെ? ഇത് ചെയ്യേണ്ടതാണ് റിവിഷൻ ടൈമിൽ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം രാവിലെ റിവിഷൻ പിന്നെ മോക്കില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ അവർ ഓൾറെഡി ചെയ്ത മെറ്റീരിയൽ ചെയ്ത് നോക്കേണ്ട സമയം റിവിഷനിലാണ്. മോക്ക് എന്ന് പറയുമ്പോൾ മോക്ക് എക്സാം എഴുതി അതിലെ മിസ്റ്റേക്ക് ഒക്കെ തിരുത്തി വരുമ്പോൾ തന്നെ രാത്രിയാവും. 2 നേരം മോക്ക് എക്സാം എടുക്കുന്നവർക്ക് മെറ്റീരിയൽ ചെയ്യാൻ സമയം കാണില്ല. ആ മോക്കിലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത മോക്ക് എക്സാം എടുക്കുമ്പോൾ സ്കോർ ആലോചിച്ച് വിഷമിക്കില്ല. നിങ്ങൾ എന്തായാലും സ്കോർ കൂട്ടും, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. 720ൽ 500 ഉള്ളൂ, എനിക്ക് നീറ്റ് കിട്ടില്ല. 450 ഉള്ളൂ, നീറ്റ് കിട്ടില്ല. 400 ഉള്ളൂ, നീറ്റ് കിട്ടില്ല. വിഷമിക്കരുത്. സ്കോർ എത്ര ആയിക്കോട്ടെ, അതിൽ 150 ക്വസ്റ്റ്യൻ ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ബാക്കിയുള്ള രഞ്ജു, മഞ്ജു, ചിഞ്ചുവിനോട് ഒന്നുമല്ല നിങ്ങളുടെ കോമ്പറ്റീഷൻ. ഒരു നീറ്റ് എക്സാമിലെ പേപ്പറിലെ 180 ക്വസ്റ്റ്യനോടായിരിക്കണം നിങ്ങളുടെ കോമ്പറ്റീഷൻ. ആ 180 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും എന്നുള്ള ഒരു പവർ ആ മക്കളെ ഉള്ളിൽ വരേണ്ടത്. പിന്നെന്താ, അനലൈസ് ചെയ്യാതിരിക്കുക. ഇതൊന്നും ആവർത്തിക്കില്ല, അവോയ്ഡ് ചെയ്യാനാട്ടോ. സ്കോർ കൂട്ടുന്നത് അവോയ്ഡ് ചെയ്യുക, അല്ല സ്കോർ കൂട്ടിയിട്ടത് വിഷമിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെന്താ, നോട്ട് അനലൈസിങ്, പേപ്പറിനെ വിലയിരുത്താതിരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഈസി പേപ്പർ എടുക്കരുത്. നിങ്ങൾ എപ്പോഴും മോക്ക് എക്സാം നോക്കുമ്പോൾ 1, 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ ഒഴിവാക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഡയറക്റ്റ് ഫോർമുല വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെറ്റീരിയൽ ഉള്ളെങ്കിൽ, ആ മോക്കിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കുറച്ച് മോഡറേറ്റ് പേപ്പർ അല്ലെങ്കിൽ ടഫ് പേപ്പർ എടുത്തോ. അതിനനുസരിച്ചുള്ള മോക്ക് വേണം എടുക്കാൻ. ഈസി ക്വസ്റ്റ്യൻസ് ഉള്ള മോക്ക് എടുക്കരുത്. അപ്പം നിങ്ങൾക്ക് കുറേ മാർക്ക് കിട്ടും, പക്ഷെ കാര്യമില്ല, ഈസി അല്ലേ ചെയ്യുന്നത്. കുറച്ച് മോഡറേറ്റ് ഉള്ള, കുറച്ച് ടഫായിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് വേണം നിങ്ങൾ മോക്ക് എക്സാം എഴുതാൻ. അപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, മോക്കിൽ ടഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ആശ്വസിക്കാൻ പറ്റുമല്ലോ. അടുത്തത്, ബ്രേക്ക് എടുക്കാതെ പഠിക്കരുത്. 1 മണിക്കൂർ പഠിച്ചാൽ, അല്ലെ പോട്ടെ 30 മിനിറ്റ് പഠിച്ചാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 1 മണിക്കൂർ പഠിച്ചാൽ 15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 2 മണിക്കൂർ പഠിച്ചാൽ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ഇങ്ങനെയാണ് മക്കളെ പഠിക്കേണ്ടത്. അരമണിക്കൂറേ ഞാൻ പഠിക്കുന്നുള്ളൂ, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ അടുത്ത അരമണിക്കൂർ പഠിക്കുക. 1 മണിക്കൂർ പഠിച്ചെന്നിരിക്കട്ടെ എങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അടുത്ത പഠിക്കാൻ. 2 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലോ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 30 മിനിറ്റ് തുടർച്ചയായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 5 മിനിറ്റ്, 1 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 15 മിനിറ്റ്, 2 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 30 മിനിറ്റ് എടുക്കണം മക്കളെ.
അടുത്തെന്താ, പുതിയ ടോപ്പിക്കൊന്നും പഠിക്കാൻ നിൽക്കരുതേ മക്കളെ, റിവൈസ് തന്നെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പലതും ഉണ്ടായിരിക്കും, അവോയ്ഡ് ചെയ്തേക്ക്. പഠിക്കാൻ ഇനി നിങ്ങൾക്ക് ഒരു ടോപ്പിക് ആണെന്ന് ഇരിക്കട്ടെ, അതിൽ ഇക്വേഷൻസ് കാണാൻ പഠിച്ച് വെച്ചേക്കാം. അത് വെച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് കുറേ പഠിക്കാനുള്ള വീക്ക് ടോപ്പിക്, ന്യൂ ടോപ്പിക് ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അതൊന്നും തറമായിട്ട് പഠിക്കാൻ ഇനി സമയമില്ല. അതിലെപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം, കാണാതെ പഠിച്ചു വെച്ചേക്കാം. അത് വന്നാൽ വന്നു, പോയാ പോയി. ഓക്കെ, അതേ ഉള്ളൂ. പുതിയ ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കല്ലേ, പുതിയത് പഠിക്കാൻ സമയമില്ല. റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും മക്കളെ. ഉറക്കം കുറയ്ക്കല്ലേ, പരീക്ഷന്റെ അടുപ്പിച്ചുള്ള ഉറക്കം കുറയ്ക്കല് നിങ്ങൾ പഠിക്കുന്നൊന്നും തലേ കയറ്റാതെയാവും മക്കളെ. ഉറക്കം മുളയ്ക്കരുത്. മിനിമം 6 hours, മിനിമം ആയിട്ടോ പറഞ്ഞേ 7 hours ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നല്ല പോലെ ഉറങ്ങിയാലേ മോക്ക് എക്സാമോ റിവിഷനും ഒക്കെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. എക്സാം ഹോളിൽ അത് ഓർമ്മ വരുള്ളൂ മക്കളെ. ഇപ്പം നല്ല പോലെ, ഞാൻ ടെൻഷൻ അടിപ്പിക്കാൻ പറയല്ല, സത്യാവസ്ഥ പറയാ, ഒരു ഡോക്ടറാ മക്കളെ പറയുന്നത്. ഇപ്പൊ നല്ല പോലെ ഉറങ്ങിയാലേ 21-ാം തീയതി നീറ്റിന് സകല ഇക്വേഷനും സകല കൺസെപ്റ്റും ഒക്കെ നിങ്ങളുടെ തലയിൽ വരൂ. ഇപ്പം നല്ല പോലെ ഉറങ്ങിക്കോ, ഉറക്കം കുറയ്ക്കല്ലേ. അയ്യോ എനിക്ക് മാർക്ക് കുറവാ, 4 മണിക്കൂർ ഉറങ്ങാം, അപ്പൊ 2 മണിക്കൂർ ലാഭിക്കാലോ, ബാക്കിയുള്ള ഒരു 6 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ. ചിന്തിക്കല്, നിങ്ങളാണ് പൊട്ടന്മാര്. ഉറക്കം മുളച്ചൊരു പരിപാടിക്ക് ഇനി നിൽക്കണ്ട, ഇക്വേഷൻസ് ഓർമ്മ വരാതിരിക്കും. പുതിയ ക്വസ്റ്റ്യൻ അല്ല മക്കളെ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ തറമാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. പുതിയ ക്വസ്റ്റ്യൻ തേടി പോകല്ലേ. മോക്ക് എക്സാം ചെയ്യുമ്പോൾ തന്നെ കുറെ പുതിയ ക്വസ്റ്റ്യൻ കിട്ടും, അത് മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഉള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതാണ് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത്. പിന്നെ മോക്ക് എക്സാം ചെയ്യുമ്പോൾ തന്നെ പുതിയ ക്വസ്റ്റ്യൻ കിട്ടും. അങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മതി. അപ്പൊ നോക്കി, ഓൾറെഡി ഉള്ള മെറ്റീരിയൽ ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, മോക്ക് എക്സാം ചെയ്യുന്നു, ആ സ്കോർ കൂട്ടി നോക്കുന്നു, പക്ഷെ വിഷമിക്കാതിരിക്കുന്നു, അതിലെ മിസ്റ്റേക്ക് തിരുത്തുന്നു, അനലൈസിസ് നടത്തുന്നു. ഇത്രയും ചെയ്താൽ മതി. രാവിലെ എണ്ണിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, ഓൾറെഡി ഉള്ള മെറ്റീരിയൽ ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, മോക്ക് എക്സാം വഴി പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സ്കോർ കൂട്ടി നോക്കുന്നു, പക്ഷെ വിഷമിക്കുന്നില്ല, ഇല്ലാത്ത ക്വസ്റ്റ്യൻസ്, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു മക്കളെ. ഇതായിരിക്കണം ഇനി നിങ്ങളുടെ 10 ദിവസത്തെ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ മക്കളെ. എല്ലാം കിട്ടും, എല്ലാം കിട്ടും. ജീവിതത്തിൽ എവിടെയും നിങ്ങൾ തോറ്റു പോകുന്നില്ല മക്കളെ. സത്യത്തിൽ ഒരു എക്സാം കൊണ്ടൊന്നും നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല. ജീവിതത്തെ തിരിച്ചു വരിക, അത് തന്നെ. എവിടെയും തോറ്റുപോലെ എവിടെ കിടക്കത്തുള്ളൂ. ഇത്രയും 26 വയസ്സായ അഖിൽ സാർ ഇതൊക്കെ നേടാൻ, ഇപ്പം എനിക്കെല്ലാം ഉണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത് വന്നിട്ട് എല്ലാം നേടാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ അറിയാമോ? ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നൊരു സാധനമാ, വാശിയ. എൻ്റെ ഉള്ളിലെ വാശിയാണ് മക്കളെ എന്നെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുള്ളത്. എൻ്റെ ഉള്ളിലെ വാശിയാണ് എന്നെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുള്ളത്. കമോൺ ഗൈസ്, വാശിയോടെ പഠിക്കുക. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു സെത്തും വൈറ്റ് കോട്ടും ഇട്ട ഒരു പേഷ്യൻസിനെ നോക്കുമ്പോൾ, ആ പേഷ്യൻസ് നോക്കിക്കഴിഞ്ഞ് ഒരു രോഗം കുറയുമ്പോൾ ആശ്വാസം വന്ന പേഷ്യൻസ് നമ്മുടെ തലയ്ക്ക്, ഒരു അമ്മമാരൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് മക്കളെ ഭേദമായി എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 10 ദിവസം തന്നെ നല്ല പോലെ പഠിച്ചാൽ മതി മക്കളെ. നിങ്ങളുടെ നേരത്തെ സ്കോറും എന്തും ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ ഇപ്പോൾ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നേരത്തെ നല്ല സ്കോറാണ് ഇത്, അപ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സ്കോർ കിട്ടും എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസോടെ ഇരിക്കാതെ കഷ്ടപ്പെട്ട് പഠിക്കുക. കിട്ടിയ 30 ദിവസം കൊണ്ടുള്ള മാറ്റം ഉണ്ടാക്കുക. 620 പഴയ നീറ്റെങ്കിൽ 650 എത്തിക്കുക. 700 പഴയ നീറ്റെങ്കിൽ 720 ഇപ്പോഴത്തെ നീറ്റിലേക്ക് എത്തിക്കുക. കഴിഞ്ഞ നീറ്റിൽ 400 ആണെങ്കിൽ അതിനെ 550 600 എത്താൻ ശ്രമിക്കുക. പഠിക്കുന്നവനെ മാറ്റം ഉണ്ടാകുള്ളൂ. മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു പഠിക്കുന്നവനെ മാറ്റം കിട്ടുള്ളൂ മക്കളെ. കമോൺ, വാശിയോടെ പഠിക്കുക, ലൈഫ് ചേഞ്ച് ആകാൻ പഠിക്കുക. എന്നും ഇതേപോലെ ജീവിച്ചാൽ മതിയോ? മാറ്റങ്ങൾ ജീവിതത്തിൽ വരണ്ടേ? വാശിയോടെ ഡോക്ടറായി കാണിക്കും മക്കളെ. നിങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറായി കാണിക്കേ. അപ്പൊ അമ്മയും അച്ഛനുമൊക്കെ പുച്ഛിച്ചവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈറ്റ് കോട്ട് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് മറുപടി നൽകാൻ പറ്റും.